അങ്കിത, ഇന്ന് വാവയാണല്ലോ ക്ലാസ് കയറിയിരിക്കുന്നേ. കാണുന്നില്ലേ? അവക്ക് ആരും കാണുന്നില്ലല്ലോ. ആരും കാണാത്തോണ്ടാണ് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അതാ വാവ നല്ല ചിരിയാണല്ലോ ക്ലാസ്സില്. അതാ അതാ ഒരു വാവ. അതാ ഏട്ടൻ, അതാ വീട്ടേട്ടൻ. അതാ എവിടുന്നാ അപ്പൊ സൗണ്ട് കേൾക്കുന്നെന്നായിരിക്കും കുട്ടി വിചാരിക്കുന്നേ. സൗണ്ട് കേൾക്കുന്നുണ്ട്, കാണുന്നു. എന്തുവാ? ഹലോ. ഹലോ, വാവ മമ്മു കഴിച്ചോ? ഞഞ്ഞം കഴിച്ചോ? ഹലോ. വാവന്റെ പേരെന്താ? വാവന്റെ പേരെന്താ? ഹലോ. മമ്മി ഉണ്ടാണ്. ആരി അതാരൊരു വാവ കുഞ്ഞ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ബൈ. പ്രേയർ ഒക്കെ കഴിഞ്ഞിരുന്നോ? യെസ്, പ്രേയർ കഴിഞ്ഞിരുന്നോ? ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. പ്രേയർ ഫോർ ദ ഡേ സൈൻ ഇൻ എല്ലാം കഴിഞ്ഞോ? ഇല്ല മാം. ഓക്കെ, പ്ലീസ് സ്റ്റാർട്ട്. കണ്ടിന്യൂ. Who is ready? Who is ready, please? ഞാൻ പാടാം മാം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം.
സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. Okay, sign in. Thought for the day. Good afternoon, all. First of all, I would like to welcome our teacher Dishama to the class session. I especially welcome all of you. Thank you all for joining us here today's class. Get ready for a memorable time and a great experience. Okay. Anything else? കഴിഞ്ഞോ? പറഞ്ഞു ഇനി വരുവാണോ ആക്ടിവിറ്റീസ് ഫ്രം യുവർ സൈഡ്? ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞേ? വേറെ law of natural development. ഓക്കെ. നിങ്ങളുടെ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞു? Yes, ma'am. മാം, എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. ഞാനിപ്പം ബഹ്റൈനിലാണ് ഉള്ളത്. ഓഗസ്റ്റ് ലാസ്റ്റ് ആണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ റെക്കോർഡ് ഞാനിപ്പം ഫസ്റ്റ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വരയ്ക്കാനും ആക്ടിവിറ്റീസ് അങ്ങനെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യാനുള്ളത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ വെയിറ്റ് ആണ്, ഹെവിയാണ്. അപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും റെക്കോർഡ് സബ്മിറ്റ് ചെയ്താൽ മതിയോ? വൈവേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്തായിരിക്കുമോ? വൈവ ടൈമിൽ നിങ്ങളുടെ റെക്കോർഡ്സും എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ ചിലർ ചോദിച്ചു കംപ്ലീറ്റ് ആയില്ലെങ്കിൽ വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ എന്ന്. അങ്ങനെയൊന്നുമില്ല. വൈവയ്ക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു 10 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഫിനിഷ് ചെയ്താലും ഇല്ലെങ്കിലും യു ഹാവ് ടു അറ്റൻഡ്. അപ്പോ നമ്മൾ ചെയ്ത വർക്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിന് വൈവേ സെഷന് മാർക്ക് വരുള്ളൂ എന്ന് മാത്രം. ക്ലിയർ ആയി? എങ്ങനെയായാലും സെപ്റ്റംബർ കഴിഞ്ഞിട്ടല്ലേ ഇത് ഉണ്ടാവുകയുള്ളൂ? ആയിരിക്കും. നിങ്ങൾ ഏത് മന്താ നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? ജാനുവരി. സോ ദാറ്റ് മീൻസ് ഒരു ഒക്ടോബർ ആ ഒരു ടൈം, നവംബർ ഒക്കെ ആയിരിക്കും വൈവയുടെ ടൈം വരിക എന്തായാലും. കാരണം 10 മന്ത്സിൽ നമ്മുടെ എക്സാമും വൈവയും എല്ലാം തീർക്കുക എന്നുള്ളതാണ്. എന്തായാലും സമയമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മൾ വേറൊരു കോഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു PSC എക്സാം ഒക്കെ ഒരു ഡേ പറഞ്ഞു കഴിഞ്ഞാൽ, ടൈം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്. ബട്ട് അത് കരുതിയിട്ട് വൈവയുടെ ഒരു സ്ലോട്ട് പറയുമ്പോൾ മാറ്റുക, ഒരു ജെനുവിൻ റീസൺ ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇത് വൈവ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞില്ല എന്നിങ്ങനെ കുറെ എക്സ്ക്യൂസ് പ്രീവിയസ് ബാച്ചുകളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുവാണേ. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കറക്റ്റ് ടൈം. ഒരു കുട്ടി വൈവ അറ്റൻഡ് ചെയ്യാൻ ഡിലേ ആയാൽ ആ എൻ്റയർ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ്, കാരണം ഒരുമിച്ചാണ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഡേറ്റാസ് അപ്ലോഡ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും. ഒരാളുടെ മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് എൻ്റയർ ബാച്ചിനെ തന്നെ ബാധിക്കും. അത് ശ്രദ്ധിക്കുക. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് തന്നെ അങ്ങനെയാണല്ലോ. സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സറൗണ്ടിങ്സിനെയോ മറ്റുള്ള ആളുകളെയോ ഡിസ്റ്റർബ് ചെയ്യരുന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പറയാൻ കാരണം പ്രീവിയസ് ബാച്ചിൽ നിന്ന് കുറെ എക്സ്പീരിയൻസ്. ഇപ്പൊ ഒരു ബാച്ചിന്റെ വൈവ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇതേ കഥയാണ്. ഇങ്ങനെ അയ്യോ എനിക്ക് പറ്റില്ല, ഇങ്ങനെ ലാസ്റ്റ് തന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷെ നമ്മളൊരു 10 ദിവസമാണോ എല്ലാ ബാച്ചിനും വൈവയ്ക്ക് സ്ലോട്ട് പറയുന്നത്. 10 ദിവസത്തിനുള്ളിൽ എല്ലാരും കംപ്ലീറ്റ് ചെയ്തിരിക്കും. അൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും സ്ലോട്ട് ഇടുന്നത്. ഓക്കെ മാം, ഞാൻ എനിക്ക് കാരണം ഇവിടുന്ന് പോകുന്ന ഒരു ഇത് കൊണ്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സെപ്റ്റംബർ ലാസ്റ്റ്, ഒക്ടോബർ 15 ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ റെക്കോർഡും കംപ്ലീറ്റ് ചെയ്യും. അതൊന്നും പ്രോബ്ലം ഇല്ല. ഇതിങ്ങനെ ഓരോ ബാച്ചിന് ഈ ഒരു ബുദ്ധിമുട്ട് ഞാനൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടൂല എങ്ങനെ ചെയ്യണം. ഇപ്പൊ എക്സാമിന് മുമ്പ് നമ്മളുടെ എല്ലാ അസൈൻമെന്റ്സും ആക്ടിവിറ്റീസും റെക്കോർഡ്സും ഫിനിഷ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് എക്സാം എഴുതാം. ഇതല്ലെങ്കിൽ എക്സാമിന്റെ ഇടയിലൂടെ ഈ വർക്കും ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എക്സാം കഴിയുമ്പോൾ വീണ്ടും ധൃതി പിടിച്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒട്ടും ഭംഗിയുമാവില്ല. അതിൻ്റെതായ അതൊക്കെ വരും. ഓക്കെ, സോ വൺ ക്വസ്റ്റ്യൻ. ഇത് നമ്മളെ ബാച്ച് എന്താന്ന് അപ്പം മീൻസ് മൊത്തത്തില് PG സെക്ഷൻ കഴിയുന്നത് അപ്പം
ആക്ച്വലി അതില് നമ്മളെ ഗ്രൂപ്പില് 2-3 പ്രഗ്നന്റ് ആയിട്ടുണ്ട് മാം. അപ്പൊ ഒക്കെ അവർ സംശയം ഇത് ഞാൻ അവർ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ റിപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ ചോദിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് PG സെക്ഷൻ കഴിയുന്നത് എപ്പാന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ 6, 7, 8 PG ക്ലാസ്സസ് നടക്കുകയാണ്. അത് ഞങ്ങൾക്കൊരു കുറച്ച് സെഷനും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ബാച്ചിന്റെ PG തുടങ്ങുള്ളൂ. അപ്പൊ മേ ബി ഓഗസ്റ്റ് പകുതി ആകുമ്പോഴേക്കും ഈ 6, 7, 8 കഴിയുവാണെങ്കിൽ, PG സെഷൻ കഴിയുവാണെങ്കിൽ ഓഗസ്റ്റ് 15 ശേഷം നിങ്ങളുടെ PG സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ PG 3 ടീച്ചേഴ്സാണ് എടുക്കുന്നത്. ഇപ്പൊ ആക്ച്വലി 3 ക്ലാസ്സസ് ആണ് PGക്ക് വരുന്നത്. അതിനിപ്പോ കൂട്ടിയെടുത്ത് ഞങ്ങൾക്ക് 1.5 hours വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടേ. PG പിന്നെ അങ്ങനെ ഈ മോണ്ടിസോറി മെത്തേഡ് പോലെ നമ്മൾ ഒത്തിരി ഇങ്ങനെ ഡിസ്കഷൻസിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം അതെല്ലാവർക്കും ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ. അപ്പൊ എന്തായാലും നിങ്ങളുടെ മെയിൻ എക്സാം കഴിഞ്ഞ് PGയുടെ എക്സാം ആയിരിക്കും. അപ്പൊ അത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് തീർക്കും. അത് ഡിലേ ആവില്ല. ഓക്കെ, അത് അവർക്ക് PGന്റെ എക്സാം എപ്പോഴാണ്? മീൻസ് അവർക്ക് ഡ്യൂ ഡേറ്റ് ആ ടൈം ജാനുവരി അതിന് മുന്നേ എന്തോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ നമ്മള് ക്ലാസ് കഴിയുന്നോ ഇല്ലോ അതൊന്ന് സംശയം ചോദിക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്താ പറയാ 6, 7, 8 ഒരുമിച്ചല്ലേ. അപ്പൊ അവരുടെ PG കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ എന്തായാലും അത്രയും ഒന്നും നീളില്ല. ഓഗസ്റ്റ് പകുതി കഴിയുമ്പോൾ ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചോ, സെപ്റ്റംബർ മുഴുവൻ നമുക്ക് വേണ്ടി വരില്ല PG തീർക്കാൻ. സെപ്റ്റംബർ പകുതി, സെപ്റ്റംബർ 20 ആകുമ്പോഴേക്കും നമുക്ക് PG കഴിയാനായിട്ട് പറ്റും. ഓക്കെ മാം, താങ്ക് യു. 1 month എന്ന് വിചാരിച്ചാൽ മതി PGയുടെ ക്ലാസ്സസ്. എന്തായാലും സെപ്റ്റംബർ, ഒക്ടോബറിലേക്ക് പോകാനുള്ള ചാൻസസ് ഒട്ടുമില്ല. ഓക്കെ, സോ യെസ്, നമുക്കൊരു ഡിബേറ്റിനുള്ള പ്ലാറ്റ്ഫോം അല്ല ഇത്. കാരണം വെർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കറിയില്ല ഡിബേറ്റ് ശരിയാവുമെന്ന്. അതിന് പകരം ഓരോരുത്തരുടെ പേഴ്സണൽ വ്യൂസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യൂസ് പറയാം. ഒരാൾ പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. അങ്ങനെ സിംഗിൾ ചൈൽഡ് ആണോ അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ, 2 and above അതിൽ കൂടുതൽ കുട്ടികളാണോ നല്ലത്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം മാം. എനിക്ക് ഒരു മോനാണ്, 7 വയസ്സ്. ആള് നല്ല കുട്ടിയാണ്. നമ്മള് ഇപ്പൊ അങ്ങനെ ഒത്തിരി നമ്മളിപ്പോ കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആള് പെട്ടെന്ന് പിടിച്ചെടുക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യും. പക്ഷെ ഷെയറിങ് കുറച്ച് കുറവാണ്. എല്ലാം എന്റെ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ അവര് ഷെയറിങ് എന്നുള്ള ഒരു കാര്യം വളരെ നന്നായി പഠിക്കും തോന്നുന്നു. ഇപ്പൊ ഇത്തിരി ഷെയറിങ് വളരെ കുറവാണ്. പിന്നെ ഭയങ്കര പൊസസീവ് ആണ്. എല്ലാം ഇപ്പോ എൻ്റെ അടുത്തായാലും വേറെ ആരും സംസാരിക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ വേറെ കുട്ടികളെ ഞാൻ നോക്കുന്നത് ഇഷ്ടമല്ല. എടുക്കുന്നതോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നതോ അതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ കുട്ടികളാണെങ്കിൽ ഈ ഇങ്ങനത്തെ കുറച്ച് വാല്യൂസ് ഒക്കെ പഠിക്കും തോന്നുന്നു. ഒറ്റയ്ക്ക് ആവുമ്പോ കാരണം നമ്മളെല്ലാം അവർക്ക് ഒറ്റയ്ക്കാണ് കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും എന്താ പറയാ ആൾക്ക് വേണ്ടി മാത്രം കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോ കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ കുറേയും കൂടെ വാല്യൂസ് പഠിക്കും. അങ്ങനെ തോന്നുന്നു. മാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. എനിക്ക് 2 പേരാ. മൂത്തയാൾക്ക് 6 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സാ. അപ്പോൾ മൂത്ത ആളിനെ പ്രഗ്നന്റ് ആവുമ്പോൾ ആൾക്ക് 3.5 വയസ്സ് കഴിഞ്ഞു. ആ ടൈമത്താണ് രണ്ടാമത്തെ പ്രഗ്നൻസി ആവുന്നത്. അതുവരെ ഈ മൂത്ത ആള് ഇപ്പൊ നവമി പറഞ്ഞതുപോലെ മൂത്ത ആളിന് മാത്രം എൻ്റെ അടുത്തുനിന്ന് മാറില്ല, ഞാൻ വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ. അത്ര ഇതായിട്ട് കെയറിങ് ആയിട്ട് കൊണ്ടു നടന്നേ. വേറെ കുളിപ്പിക്കുന്നത്, ഡ്രസ്സ് ഇടുന്നത് എല്ലാം ഞാനേ പറ്റൂ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോകും. സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അഡ്മിറ്റ് ആവാറാകുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, മോൾ എന്ത് ചെയ്യും, എവിടെ ആരുടെ അടുത്താക്കും, മോക്ക് വിഷമം വരില്ലേ, അവളെക്കാട്ടും ടെൻഷൻ എനിക്കായിരുന്നു. പക്ഷേ അപ്പോഴും എന്തോ അവൾ ആ 3.5 വയസ്സിനെക്കാട്ടും മെച്ചൂർഡ് കാണിച്ചു. അവള് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിർത്തി. അപ്പൊ വീട്ടിൽ നിൽക്കായിരുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മ പറയുമായിരുന്നു, ഈ കൊച്ച് രണ്ടാമത് കുഞ്ഞു വരുമ്പോ ഉപദ്രവിക്കും എന്ന് വെച്ചാൽ അവൾ ആ ഒരു സ്വഭാവമായിരുന്നു.
എന്ന് വെച്ചാൽ എപ്പോഴും എന്നെ എന്നെ വാവ ഉണ്ട്, അമ്മയുടെ വയറ്റില് വാവയുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടെങ്കിലും ആ ഒരു ഇതിൽ വളർന്നതാ. ഭയങ്കര നമ്മളെ വിട്ട കുഞ്ഞായിട്ട് അവള് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ബേബിയെ കാണുമ്പോൾ അവൾക്ക് ആ ഒരു ഇത് മാറും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് കുഞ്ഞിനെ കാണാൻ നേരത്ത് മോള് കുഞ്ഞിനെ കാണാൻ കൂട്ടാക്കിയില്ല. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവരെ കാണണ്ട, വേണ്ടമ്മാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അയ്യോ ഇനി മോള് അഡ്ജസ്റ്റ് ആവൂലേ എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ഞാന് പിന്നും അവളുടെ അടുത്ത് പറഞ്ഞു മോള് നോക്ക്, ഡ്രസ്സ് വാങ്ങിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അവള് അടുത്തേ ഇല്ല. ഫസ്റ്റ് ദിവസം കുഞ്ഞിനെ കണ്ടില്ല അവള്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എന്നാലും ഇങ്ങനെ ആയപ്പോല്ലോ എന്ന് വിചാരിച്ചിട്ട് സത്യമായിട്ട് ഞാൻ കരഞ്ഞെന്ന്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മ ബേബി അടുത്ത് കിടത്തണ്ടെന്ന് പറഞ്ഞു. ഞാൻ കിടന്നോളാം, ബേബി അമ്മ മാറ്റി വേറെ ബെഡിൽ കിടത്താൻ പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു, കണ്ട കൊച്ചു കാണിച്ചേണ്ട, നീ അത്രയും കെയറിങ്ങിൽ കൊണ്ട് നടന്നിട്ടാണ് നിന്റെ കുഴപ്പം കൊണ്ടാണ് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തി. അപ്പോഴും എനിക്ക് വിഷമമായിരുന്നു. രണ്ടാമത്തത് മോളാണ്. അപ്പൊ ഞാൻ ഒരുപാട് ഇതായിരുന്നു, രണ്ടുപേരും ഒരുമിച്ച് വളരുന്നു, ഒരുമിച്ച് ഡ്രസ്സ് ഇട്ട് പോകുന്നതൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോ മൂത്ത ആൾ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര വിഷമമായി പോയി. എന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇരുത്തി പറഞ്ഞു കൊടുത്തു. മുമ്പ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമെങ്കിലും അയാൾക്ക് അത്രത്തോളം മനസ്സിലാവുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇളയാളുടെ കളിച്ചിരികളൊക്കെ കണ്ടപ്പോ ഒരു ദിവസം ഞാൻ എല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. നിർബന്ധിച്ച്, സത്യം പറഞ്ഞാൽ വാശി പിടിപ്പിച്ച് വഴക്ക് പറഞ്ഞ് ഞാൻ ഇളയ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. തൊട്ടിലിൽ കിടത്തി ഞാൻ വാവാട്ടി ഉറക്കാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാം. ഡ്രസ്സ് അവളെ കൊണ്ട് എടുത്ത് വയ്പ്പിക്കുമായിരുന്നു. പാൻറ്റീസ് ഒക്കെ ഇളയാളുടെ അത് അവളെ കൊണ്ട് ഇടിയിപ്പിക്കും. എന്ന് വെച്ചാൽ എനിക്ക് ആഗ്രഹമായിരുന്നു മൂത്ത കുട്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യിപ്പിച്ചു കൊടുത്തു. അപ്പൊ എല്ലാരും പറയുന്നു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ നെഗറ്റീവായിട്ട് കുറെ കമന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. അതായിരുന്നു സത്യം. ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോന്നും ഇങ്ങനെ ചെയ്യിപ്പിച്ച് അയാളുടെ മാറ്റം ഞാൻ കണ്ടു. ഞാൻ മാറി നിന്ന് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോ തൊട്ടില് ഇളയാളിനെ ഉറക്കിയിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോ ഇളയാൾ ഉണർന്നപ്പോ ഈ മൂത്ത എന്റെ മകള് നിന്ന് പാട്ട് പാടി ഉറക്കാണ് പയ്യ. അപ്പൊ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. ഞാൻ എല്ലാരും മൂത്തത് മോളായതുകൊണ്ട് രണ്ടാമത്തത് മോനായിരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പകുതി എനിക്കും പ്രതീക്ഷയായിരുന്നു മോനായിരിക്കും എന്ന് ഞാനും ആഗ്രഹിച്ചു. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ മനസ്സ് ഇങ്ങനെ പോവായിരുന്നു, രണ്ടാമത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരുമിച്ച് വളരുന്നതും ഒരുമിച്ച് പോകുന്നതും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് അത് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. ഇങ്ങനെ പോകുന്നതും അവര് കൈപിടിച്ച് നടക്കുന്നതും എല്ലാം ഞാൻ ഇങ്ങനെ പട്ടുപാവാടയിട്ട് പോകുന്നു. സത്യം പറഞ്ഞത് എല്ലാം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണും. അപ്പൊ ഞാൻ ഇതൊക്കെ ആഗ്രഹിച്ച് ഞാനും മടിച്ചിരുന്നില്ല. ഞാൻ മോളെ ഭാഗത്തുനിന്ന് ആദ്യമൊന്നും ഒരു സപ്പോർട്ടും എനിക്കില്ലായിരുന്നു. മോള് ഞാൻ പറയുന്ന ഒന്നും കേൾക്കൂലായിരുന്നു. പിന്നെ നവമി പറഞ്ഞ പോലെ ഷെയറിങ്, അവള് എല്ലാം ഇപ്പൊ ഒരെണ്ണമാണ് അവക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ രണ്ടാമതൊരാള് വന്നെന്നുള്ളത് അവക്ക് പയ്യെ ഒരു സമയം വേണമായിരുന്നു അവക്ക്. പക്ഷെ അതെനിക്ക് വർക്കൗട്ട് ആയില്ല. സത്യം പറഞ്ഞ മൂത്ത ആൾക്ക് ഷെയറിങ് മെന്റാലിറ്റി അവക്ക് വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്റെ ഇളയ ആള് അവിടെ ചേച്ചിയെ കൂടെ മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവക്കൊരു മുട്ടായി കൊടുക്കുമ്പോ മൂത്തോള് സ്കൂളിൽ പോകുമ്പോ ഇളയാക്കാണ് മുട്ടായി കൊണ്ട് കൊടുക്കുന്നെങ്കിൽ അവള് മറുകൈ നീട്ടുമായിരുന്നു. ചേച്ചിക്കോ എന്നൊരു ചോദ്യം അവിടെ വരുമായിരുന്നു. ഇങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ മൂത്ത ആളിലും മാറ്റം വന്നു എന്ന് വേണമെങ്കിൽ പറയണം. അവളും അനിയത്തിക്ക് വേണ്ടി. അപ്പൊ ഞാൻ ആദ്യം സ്കൂളിൽ നിന്നാ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സ്കൂളിൽ എന്തെങ്കിലും കിട്ടുമ്പോ ഒരു മുട്ടായി കിട്ടുമ്പോ അനിയത്തിക്കും കൂടെ കൊണ്ടുവരണം എന്ന് ഞാൻ മൂത്ത ആളിന് ആദ്യം അവിടെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അവിടുന്ന് ആദ്യത്തെ ദിവസങ്ങളിലൊന്നും കൊണ്ടുവന്നില്ല. അപ്പോഴൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്നേഹത്തോട് പറഞ്ഞിട്ടൊന്നും കേട്ടിട്ടില്ല. ഞാൻ വഴക്ക് പറഞ്ഞു, ഞാൻ വിഷമം പറഞ്ഞു. ഇങ്ങനെ സത്യം പറഞ്ഞാൽ കരഞ്ഞു വരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അനിയത്തിക്ക് തരുന്നതോ എന്ന് പറഞ്ഞ് ഇപ്പൊ എന്തെടുത്താലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അല്ല അപ്പൊ പുറത്തുനിന്ന് കാണുന്നവർ പറയും ബാത്റൂമിൽ ഇളയാള് ബാത്റൂമിൽ പോയാ
ചേച്ചി കൂടെ പോകും. കൂടെ പോയിട്ട് ഞാൻ മനഃപൂർവ്വം ഞാൻ കൂടെ പോവില്ല. വാഷ് ചെയ്ത് കൊടുക്കാൻ ഞാൻ മൂത്ത ആളുടെ അടുത്ത് പറയും. സത്യം പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കാത്തത്, ഞാൻ ചെല്ലാത്തതാണ്. ഞാൻ പറയും ഒരു ദിവസം അമ്മ വന്നില്ലെങ്കിൽ നീ ചെയ്ത് കൊടുക്കണം എന്ന് പറയും. അപ്പൊ അവള് ചെയ്തു കൊടുക്കും. അപ്പൊ വഴക്ക് പറയും, കൊച്ചല്ലേ അവളെ കൊണ്ട് നീ ഇപ്പോഴേ ഇത് ചെയ്യിപ്പിക്കുന്നോ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ആലോചിച്ചത് അവളിപ്പോ ചെയ്യട്ടെ, അവളാ ചേച്ചിയാണ്, അപ്പൊ അമ്മ ഇല്ലെങ്കിലും ചേച്ചി ചെയ്യണമല്ലോ എന്നുള്ള. പക്ഷെ എന്ത് പറയാ മാം, ആദ്യമൊക്കെ സത്യം പറഞ്ഞ പ്രഗ്നന്റ് സെക്കൻഡ് പ്രഗ്നൻസി എനിക്കൊരു പെട്ടെന്നുള്ള ഒരിതാണ്. നമ്മൾ ആരും പ്ലാൻ കിട്ടിയതാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒട്ടും എനിക്ക് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ രണ്ടാമത്. പക്ഷെ പിന്നെയൊക്കെ ആയപ്പോ ഒരു ഇതാണ്, മക്കൾ വളർന്നു വന്നപ്പോ രണ്ടുപേരും ഇങ്ങനെ വളർന്ന് ഒരേപോലെ പോണ കാണുമ്പോ ഒരു എന്താ പറയാ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരിലൂടെ കാണുമ്പോ എന്തായാലും എല്ലാരും പറയും ഒരാളും മതി എന്ന് പറയും. പക്ഷെ എന്തോ ഇപ്പൊ ഞാൻ പറയും, അത് രണ്ടുപേരെ വളർച്ച കാണുമ്പോ അതൊരു വേറൊരു ലോകമാണ്, ഒരു രസമാണ്. ഇപ്പൊ നവമിയും അത് തന്നെയാണ് പറഞ്ഞത്, ആര്യയും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയാം. ഓക്കെ, രശ്മി, അമേഷ, അങ്കിത, നിങ്ങൾ 3 പേരല്ലേ ഇപ്പൊ സംസാരിക്കണമെന്ന് പറഞ്ഞത്? സോറി മാം, ഞാൻ ആദ്യം പറയാം, പിന്നെ അമീഷ പറയും. ആക്ച്വലി മാമിന്റെ ക്വസ്റ്റ്യൻ ഒരു കുട്ടിയോ അല്ല 2 കുട്ടിയോ, ഞാൻ പറയൂ 3 2 അധികം ബെറ്റർ മാം. എന്തിനും പറഞ്ഞു, ഞാൻ എനക്കായ കുഞ്ഞുങ്ങളെ വിഷയത്തിൽ പറയുന്നതല്ല, ബട്ട് ഞാൻ അനുഭവിച്ചു, ഐ മീൻ എന്റെ ഓൺ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. ഞാനും എന്റെ അമ്മേനും ഞാനും എന്റെ ബ്രദർ 2 ആളേ ഇല്ലു. മീൻസ് മൂത്ത ബ്രദർ അല്ല. അപ്പോ ഗേൾ ആൻഡ് ബോയ് അതും ബെറ്റർ അല്ല മാം. 2 കുട്ടിയില് ബ്രദർ ആൻഡ് ഗേൾ അതും ബെറ്റർ അല്ല. മീൻസ് ഞങ്ങൾ 2 ആൾ. അവൻ എനക്ക് ഭയങ്കര അറ്റാച്ച് ആയിട്ടില്ല ആള്, എന്റെ ബ്രദർ. ഞാൻ അങ്ങനല്ല, ഞാൻ കുറച്ച് ഫ്രീ മൈൻഡ്. ഞങ്ങൾക്ക് ആരും ഇണ്ടെങ്കിൽ ആയി ഇല്ലെങ്കിൽ ആയി, ഞാൻ ഒട്ടക്കം ജീവിക്കും. ബട്ട് ബ്രദർ ആ കണക്കിൽ കൂട്ടത്തിൽ ഉണ്ടായ ആളല്ല. ഇപ്പൊ ഓക്കെ, എന്റെ ആഫ്റ്റർ മാരേജ് ഈസ് ഓക്കെ നോ. ബട്ട് അവൻ എങ്ങനാന്ന് പറഞ്ഞാല് ഞാൻ അവന്റെ ഒക്കന്നെ വേണം. ഇവൻ ടോയ്ലറ്റ് പോകുന്നെങ്കിൽ ഞാൻ അവന്റെ ഒക്കന്നെ വേണം. അമ്മ ഇപ്പോഴും പറയും അത്. ബട്ട് അത് ആ കണക്കിൽ കാണുമ്പോ അവൻ ഇപ്പോഴും സജഷൻ തരുന്നത്, ഞാൻ സെക്കൻഡ് ഡെലിവറി ആയിട്ട് വരുമ്പോക്ക്, ഡെലിവറി ആവണി പോകുമ്പോക്കും അവൻ ഫസ്റ്റ് പറഞ്ഞത്, ഡോക്ടർ ഫോഴ്സ് ചെയ്താലും നീ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല. മീൻസ് 2 കുട്ടിയിൽ നിർത്തിക്കുന്ന പാടില്ല. മീൻസ് ഞങ്ങക്ക് 2 ആൾക്കായ അനുഭവമല്ല ഇത്. 3 പെണ്ണായെങ്കിൽ പെണ്ണ്, ആണായെങ്കിൽ ആണ്. 3 കുട്ടികൾ എന്തായാലും വേണം. എന്തിനു പറഞ്ഞ ഇപ്പൊ ബോയ്സ് ആൻഡ് ഗേൾസ് ആകുമ്പോ, ഈവൻ ബോയ്സ് ഔട്ടിങ് പുറത്ത് പോയപ്പോ ഞാൻ ഒരു പെണ്ണ് വീട്ടിൽ ഒട്ടൊക്കെ ഉണ്ടോ. മീൻസ് ഞാൻ അനുഭവിച്ച ഒന്ന് ഒപ്പീനിയൻ ഷെയർ ആക്കാനും ആൾക്കയ്യ. ബോയ് ആയെങ്കിൽ ഒപ്പീനിയൻ, നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻസ് ബോയ്സ് ബ്രദേഴ്സിൽ ചെയ്യാൻ കയ്യ. ഗേൾസ് ഞമ്മ പറയൂ, ഒരു അധികം ഒരാളുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, അതിന്റെ കൂടെ പോയിന്നെങ്കിൽ ഓക്കെ. ബ്രദർ പുറത്ത് പോയപ്പോ എന്റെ കൂടെ അനിയനോ അനിയത്തിയോ ഉണ്ടായിരുന്നു. ബ്രദർ പറയൂ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയി, പിന്നെ ഞാൻ ഒട്ടക്കന്നായി, അനക്ക് ആരും ഇല്ല, അമ്മന് കുത്തവഴുക്കും. ഈ 3ാമത് കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ നിങ്ങക്ക് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു, ഞമ്മക്ക് ഇത്രയൊന്നും വിഷമാവണുണ്ടായോ, അങ്ങനെ പറഞ്ഞ ചാൻസ് ഉണ്ട്. ഇവൻ എന്റെ ഓൺ എക്സ്പീരിയൻസിൽ പറയുന്നെങ്കിൽ, എന്റെ ഫ്രണ്ട് തന്നെ ഈടന്നെ, അവള് ഒരേ കുട്ടി കല്യാണം കഴിഞ്ഞു, ബട്ട് അവക്ക് 2 കുട്ടി. അവൾ ഇപ്പൊ ആഗ്രഹിക്കുന്നു, ഞാൻ 2ൽ നിർത്തിക്കില്ല, എനക്ക് 2ഓ 3ഓ വേണം. മീൻസ് ഇപ്പൊ അമ്മയോ അച്ഛനും മരിച്ച പിന്നെ അവക്ക് അവളെ കുടുംബാന്നില്ല. ഐ മീൻ അമ്മേ ഇല്ല, അച്ഛനും ഇല്ല, ഞാൻ ഒട്ടക്കന്നായി. ഞാൻ ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ ഞാൻ വീട്ടിലേക്ക് പോവണ്ടേ? ഞാൻ ഒരേ കുഞ്ഞായതുകൊണ്ട് എനക്ക് ആരും ഇല്ലല്ലോ. ഒരു അനിയത്തിയോ ഏട്ടനോ ഉണ്ടെങ്കിൽ അവരെ വീട്ടിലേക്കായെങ്കിൽ പോവാ. അങ്ങനത്തെ സ്ഥിതിയാ ഇപ്പത്തെ ആൾക്കാരുടെ മൈൻഡ് പറഞ്ഞെങ്കിൽ ഒരു കുഞ്ഞി മതി, ഒന്നും പ്രശ്നമില്ല. ആ കുഞ്ഞിക്ക് എല്ലാം A to Z വാങ്ങിച്ചിട്ട് കൊടുത്താൽ അവൻ ഓക്കെ ആയിരിക്കും, അവൻ ഹാപ്പി ആയിരിക്കും. ഈ പ്രപഞ്ചത്തിൽ തന്നെ അവന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. ഇല്ല മാം, മീൻസ് നമുക്ക് നാളെ എന്തെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഒന്ന് അച്ഛനും അമ്മേനും എന്തായാലും പറ്റും, ആ കുഞ്ഞു മോന് ഒറ്റക്ക് തന്നെ ജീവിക്കണം. ഇവൻ റിലേറ്റീവ്സ് ഗ്യാരണ്ടി അല്ല, റിലേറ്റീവ്സ് ഓൻ തന്നെ ഗ്യാരണ്ടീസ് അല്ല. ഇളയമോ മൂത്തമ്മന്റെ മക്കങ്ങ നോക്കുന്നറിയുന്ന ഗ്യാരണ്ടിയും ഇല്ല ഇപ്പൊ ഒട്ടക്കെങ്കിൽ. ഇവൻ അമ്മമാർക്കും പറയുന്നത്, ഇപ്പൊ ഒരു കുഞ്ഞ് മതി എന്ന് പറഞ്ഞിട്ടിരുന്നെങ്കിൽ എന്താവും പറയാൻ പറ്റൂല. ആ കുഞ്ഞിക്ക് എന്തെങ്കിലും
കഴിഞ്ഞു. അവരെ ലൈഫ് എൻഡ് ലൈഫ് ഒരു കുഞ്ഞിനെ ഓർമ്മിച്ചിട്ട് ഇരിക്കേണ്ടി വരും. അതേ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മറ്റേ കുഞ്ഞിനെ കണ്ടിട്ടെങ്കിൽ അവർക്ക് അതിന്റെ ആ ബാഡ് ഫീലിംഗ് അതിനെ മറന്നിട്ട് മുമ്പോട്ടും പോവാം. സിംഗിൾ ഈസ് നോട്ട് ബെസ്റ്റ് സൊല്യൂഷൻ മാം. എന്റെ ഒപ്പീനിയൻ 2 to 3 kids ആർ മാൻഡിഡേറ്റ്. ഞാൻ പറയുന്ന മാൻഡിഡേറ്ററി മാം. മീൻസ് അവരവരെ ലൈഫ് ഷെയറിങ് മീൻസ് ഞമ്മ ഇല്ലാത്തപ്പോ അവരെ കഷ്ടത്തിന് ഏതേ ആവട്ടെ, അവരോ വേസ്റ്റ് ആവട്ടെ ഗുഡ് ആവട്ടെ, അവർക്ക് ഷെയർ ചെയ്യാൻ അവരതായതോ സ്വന്തമായതോ അനിയനോ ബ്രദറോ സിസ്റ്റേഴ്സോ ഉണ്ടാവണം. സോ എന്റെ സജഷൻ ഒന്ന് ബെസ്റ്റ് അല്ല, ഒന്നിന് കൂടുതലാ ബെസ്റ്റ് മാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു 1 or 2 and above ഏതാണ് നല്ലത് ഏറ്റവും ആപ്റ്റ് എന്ന് ചോദിച്ചിരുന്നു. ഓക്കെ അമിഷ, നിങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. അമിഷ ആൻഡ് രശ്മി. ഓക്കെ ഓക്കെ മിസ്, എന്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ആയിരുന്നു ചാൻസ് കൊടുത്തത്. അമിഷയും അങ്കിതയും രശ്മിയും കൂടെ ഒരുമിച്ചായിരുന്നു സംസാരിക്കാൻ വന്നേ. മാം, അങ്കിത പറഞ്ഞത് ശരിയാണ്. എബോ ഈ 2 to 3 ചിൽഡ്രൻസ് നല്ലതാണ്. പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഏജ് ഗ്യാപ്പ് വേണം. അതായത് ഇപ്പൊ ഫസ്റ്റ് ചൈൽഡ് ജനിച്ച ഒരു മിനിമം ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഗ്യാപ്പ്, അവർ തമ്മിലൊരു 4-5 വയസ്സ് ഡിഫറൻസ് നല്ലതാണ് മാം. അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം നമുക്ക് രണ്ടുപേരെ നോക്കാൻ പറ്റും. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 ബോയ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ചൈൽഡിന് ഇപ്പം 2.5 വയസ്സായി. രണ്ടാമത്തെ ആൾക്ക് 1 വയസ്സാകാൻ പോകും. അമിഷ വോയിസ് ബ്രേക്ക് ആയി, എനിക്ക് മാത്രമാണോ? ഇല്ല മാം, ഞാൻ കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ രശ്മി, യു ക്യാൻ സ്റ്റാർട്ട്. അമീഷയുടെ കറക്റ്റ് ആവട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാനിപ്പോൾ ഇതുവരെ എല്ലാവരും പറഞ്ഞതിനോട് 100% യോജിക്കുന്നുണ്ട്. നവമി പറഞ്ഞതായാലും ആര്യ പറഞ്ഞതായാലും അങ്കിത പറഞ്ഞതായാലും. കാരണം ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം, എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ചേച്ചിയാണുള്ളത്. ഞങ്ങൾ തമ്മിൽ 5 വയസ്സിന്റെ ഗ്യാപ്പാണ് ഉള്ളത്. അപ്പം നേരത്തെ ആര്യ പറഞ്ഞതുപോലെ എൻ്റെ കൊച്ചുനാളിലും ഞാൻ വളർന്ന് ഇപ്പം ഈ കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞായി ജീവിക്കുന്ന സമയത്തും എനിക്കൊരാവശ്യം വരുമ്പോൾ വിളിക്കാൻ അമ്മ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അമ്മയെ പോലെ തന്നെ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ചേച്ചി. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലും അതുപോലെ തന്നെ, അവർ 2 ആൺപിള്ളേരാണുള്ളത്. പക്ഷെ എൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു മോനായത്. ഹസ്ബൻഡ് വെളിയിലാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ വർഷമാണ് കുഞ്ഞായത്. ഈ 3 വർഷം ആയപ്പോഴത്തേക്ക് തന്നെ ഒരുവിധം ആൾക്കാരെല്ലാം എന്താ കുഴപ്പം, എന്താ കുഞ്ഞായില്ലല്ലോ, ആർക്കാണ് കുഴപ്പം, ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ, ആർക്കാണ് പ്രശ്നം കൂടുതലും വരുന്നത്, പെണ്ണുങ്ങൾക്ക് കുഴപ്പം വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവരാരും ചിന്തിക്കുന്നില്ല ഹസ്ബൻഡ് നാട്ടിലില്ല, ഹസ്ബൻഡ് നാട്ടിലുണ്ടായാലല്ലേ പ്രസവിക്കത്തുള്ളൂ, അതാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ മോൻ 3-ാമത്തെ വർഷമാണ് ആയത്. അവന് 1.5 വയസ്സായപ്പോൾ തന്നെയാണ് ലോക്ക്ഡൗൺ ആയത്, നമ്മുടെ കോവിഡിന്റെ ലോക്ക്ഡൗൺ ആയത്. അപ്പോൾ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി, ജസ്റ്റ് എല്ലാവരോടും ഒക്കെ ഒന്ന് ഇടപഴകാൻ തുടങ്ങിയ സമയത്തേക്ക് ലോക്ക്ഡൗൺ ആയി. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് കൊറോണ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടി, മുറ്റത്തോട്ട് ഇറങ്ങത്തില്ല, ഫുൾ പെരക്കകത്ത് അങ്ങനെ തന്നെ ഇരുന്ന്. അങ്ങനെ കുഞ്ഞിന് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അങ്ങ് വല്ലാതെ അങ്ങ് കുറഞ്ഞു പോയി. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞും കുറെ നാളത്തേക്ക് കൊറോണയുടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവനൊരു 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് വീണ്ടും നമ്മൾ ഫ്രീ ആയി തുടങ്ങിയത്. അപ്പോ മോൻ സംസാരിക്കുമായിരുന്നു, പക്ഷെ വാക്കുകൾ മാത്രം, സെന്റൻസിലോട്ട് വന്നില്ല. ഇപ്പൊ സെന്റൻസിലോട്ട് വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഇവൻ എല്ലാ വാക്കുകളും പറയും, എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ സെന്റൻസ് മേക്കിങ്ങിലോട്ട് വന്നില്ല. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ ഈ കുഞ്ഞെന്താ പറയാത്തത്, എന്നിട്ട് പറയുന്നുണ്ടല്ലോ, എല്ലാവരും നോക്കുമ്പോൾ കുഞ്ഞ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ സെന്റൻസ് മേക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയും, ശരിക്കും ഞങ്ങളൊക്കെ കുറച്ചൊരു വില്ലേജ് സൈഡാ, അപ്പൊ ആൺകുട്ടികൾ പതുക്കെ സംസാരിക്കത്തുള്ളൂ, അത് പ്രശ്നമില്ല, അത് പെൺപിള്ളേരെ പോലല്ല, പെൺപിള്ളേർ പെട്ടെന്ന് കലപില സംസാരിക്കും. അപ്പൊ ഞാൻ അങ്ങനല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമല്ലോ, ഗൂഗിൾ ആണല്ലോ നമ്മുടെ ആദ്യത്തെ ഡോക്ടർ. അപ്പൊ ഞാനിങ്ങനെ സെർച്ച് ചെയ്യും, ഇവന്റെ ഓരോ ഇതിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷൻ ആവും. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വേറൊരു റിസൾട്ട് ഒക്കെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവനിങ്ങനെ ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അത് മിക്കവാറും ആ ഒരു സമയത്ത് കോവിഡിന്റെ സമയത്തുണ്ടായിരുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ 3 വയസ്സ് തൊട്ട് ഞാനും ഹസ്ബൻഡും അവനെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അവനെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോയി.
പിന്നെ ശരിക്കും സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോയതിനേക്കാളും അവനൊരു വ്യത്യാസം വന്നത് ഞാൻ അവനെ LKG സ്കൂളിലാക്കിയതിന് ശേഷമാണ്. കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ച് വർത്താനം പറഞ്ഞതിന് ശേഷമാണ് അവനൊരു വ്യത്യാസമായതും അവൻ സംസാരിക്കാൻ തുടങ്ങിയതും. ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി, 7 വയസ്സായി. ഒരു വർഷം ഒരു ഡിലേ ആയിട്ടാണ് സ്കൂളിൽ ചേർത്തത്. ഇപ്പോൾ ഒരു 7 വയസ്സിന്റെ സംസാരം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു 5-5.5 വയസ്സിന്റെ ഒരു കുട്ടി സംസാരിക്കുന്നത് പോലെ അവൻ സംസാരിക്കും. പഠിക്കാനൊക്കെ തുടങ്ങി, വലിയ പ്രശ്നമില്ല. അപ്പൊ ഇത്രയും നാള് ശരിക്കും ഞങ്ങള് വേറൊരു കുട്ടിയെ പറ്റി എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഇവന് അത്രത്തോളം എന്റെ ആവശ്യം ഉണ്ടായിരുന്നു, എന്റെ മോന്. അവന്റെ ഓരോ ഡെവലപ്മെന്റിലും അവന്റെ ഓരോ സ്റ്റേജിലും ഞാൻ കൂടെ നിൽക്കണമായിരുന്നു. ഞാനില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവൻ ഇത്രയും ഡെവലപ്മെന്റ് വരത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇപ്പൊ എന്റെ കരിയർ കളഞ്ഞു, എന്ത് ശരിയാണോ തെറ്റാന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അവന് വേണ്ടി അത് വിട്ട് ഇനിയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കരിയർ ബിൽഡ് ചെയ്യാം. പക്ഷെ അവന്റെ ആ ഒരു സമയത്ത് എനിക്കത് കളഞ്ഞിട്ട് അവന്റെ കൂടെ നിൽക്കണമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവനിപ്പോ ഇത്രയൊരു ഡെവലപ്മെന്റ് വന്നതും അവൻ സ്കൂളിൽ പോകുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നാള് ശരിക്കും ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചില്ല. ഇനി അങ്ങോട്ടൊരു കുഞ്ഞിനെ പറ്റി ഒരാളോട് എല്ലാരും ചോദിക്കും, അവനിപ്പോ 7 വയസ്സായില്ലേ, അവനൊരു കൂട്ട് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും എന്റെ മനസ്സ് ഫുൾ ബ്ലാങ്ക് ആണ്. ഇനി ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ, നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവനെ ശ്രദ്ധിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവനുള്ള ശ്രദ്ധ കുറയുമോ എന്നുള്ളൊരു ടെൻഷനാ സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ. പിന്നെ അത് മാത്രമല്ല, എന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ജേണി അത്ര സുഖമുള്ള ജേണി അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. അതും ഓർക്കുമ്പോൾ അതും വേറൊരു സൈഡ്. രണ്ടാമത്തെ വശം എന്ന് വെച്ചാൽ, ഇനി ഞാൻ ഇതായി കഴിയുമ്പോൾ ഇവനുള്ള ശ്രദ്ധ മാറുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, രണ്ട് സഹോദരങ്ങളുള്ളത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മള് ഒരു കുഞ്ഞിനെ നമ്മളായിട്ട് ഈ ലോകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ അച്ഛനും അമ്മയും മാനസികമായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം നമ്മളെ കൊണ്ട് പറ്റും. ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ അതിനെ, അല്ലെങ്കിൽ രണ്ടുപേരെ, എത്ര മക്കൾ നമുക്കുണ്ടോ അത്രയും പേരെ നമുക്ക് ഒരു കുറവും വരുത്താതെ നമുക്ക് നോക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് രണ്ടുപേർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കുഞ്ഞിനെ നമ്മളായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അത് നമ്മുടെ ചോയ്സാണ്. ശരിക്കും ഹസ്ബൻഡും വൈഫും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മൾ തീരുമാനിക്കുക ഒരാളും കൂടെ വേണോ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് മൂത്ത ഒരാൾക്ക് വേണ്ടി എന്ന് നമ്മൾ വിചാരിക്കേണ്ട, നമുക്ക് ഒരാളുടെ വേണം. കാരണം എനിക്കറിയത്തില്ല, കാരണം ഈ റിലേഷൻഷിപ്പിന്റെ ഒക്കെ മൂല്യമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. പണ്ടത്തെ പോലെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുള്ള ഒരു ആത്മാർത്ഥതയോ ആത്മബന്ധമോ ഒക്കെ ഇനിയുള്ള ജനറേഷന് കാണുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഒരാൾക്ക് താങ്ങാവും, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എനിക്കറിയത്തില്ല ഇനി അങ്ങോട്ടുള്ള ജനറേഷനിൽ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ നമ്മള് ഒരു കുട്ടിയോ 2 കുട്ടിയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്, നമ്മുടെ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ചോയ്സ് ആണ്. നമ്മൾ നല്ല രീതിയിൽ ആലോചിച്ച് നമ്മളെ കൊണ്ട് പറ്റും, നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ എല്ലാ രീതിയിലും വളർത്താൻ പറ്റും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് പോവാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രശ്മി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ, ഇപ്പൊ ഇന്ത്യ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടി വരുവാണ് ഇന്ത്യയിൽ, അല്ലെ? അപ്പോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എല്ലാ കുട്ടിക്കും ഒരേപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, ഈവൻ ന്യൂട്രീഷ്യസ് ഫുഡ് തുടങ്ങിയിട്ട് നമുക്ക് ആ കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മള് 2, 3, 4 കുട്ടികളെ പറ്റി ചിന്തിക്കാമോ എന്ന് എനിക്കറിയില്ല. ബട്ട് കുട്ടികള് ദൈവം തരുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ അവരെ നല്ലപോലെ നോക്കുക എന്നുള്ളത് തന്നെയാണ് പാരന്റ്സിനും. കുട്ടി വളരുന്ന സാഹചര്യം നല്ല രീതിയിൽ, ആ സറൗണ്ടിങ്സ് നല്ല രീതിയിൽ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് കുട്ടിയുടെ കെയർ ഗിവേഴ്സിനും, അതുപോലെ തന്നെ വേറെ ആരൊക്കെ ആ ഒരു സറൗണ്ടിങ്സുമായി കണക്റ്റഡ് ആയിട്ടുണ്ടോ അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. ഓക്കെ ചിഞ്ചു പറഞ്ഞു. ഓക്കെ മിസ്, എന്നെയാണോ മിസ് വിളിച്ചത്? എന്തോ അല്ലെ, സംസാരിക്കാൻ വന്നിരുന്നു ആദ്യം, അതാ ഞാൻ അതെ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പം മിസ്സിന്റെ ഈ ടോപ്പിക്കിൽ സിംഗിൾ ചൈൽഡ് ഓർ മോർ എന്നുള്ളതില് പേരൻസ് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു കുട്ടി വേണോ 2 കുട്ടി വേണോ? അപ്പം ലക്ഷ്മി പറഞ്ഞതുപോലെ നമുക്ക് പിന്നീട് നമുക്ക് ചിന്തിക്കാന്നുള്ളൂ, ഈ ഒരു കുട്ടിയും കൂടെ വന്നാൽ നമുക്ക് അവരെ എത്രത്തോളം നല്ലതുപോലെ വളർത്താൻ പറ്റും എന്നുള്ളത് പേരൻസ് ചിന്തിച്ചിട്ടാണ് നമ്മളൊരു കുട്ടിയിലേക്ക് എത്തുന്നത്. ഇപ്പം ഒരു കുട്ടി എന്ന് പറയുമ്പോൾ പേരൻസിന് മുഴുവൻ ഇൻഡിവിജ്വൽ അവരിലേക്ക് ഒരു അറ്റൻഷൻ മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റും. ഒരു കുട്ടിയാണെങ്കിൽ മാത്രം അവർക്ക് അവരുടെ കരിയർ ആണെങ്കിലും അവരുടെ ഫ്യൂച്ചർ ആണെങ്കിലും അവരുടെ എല്ലാ കാര്യത്തിലും അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും ഒരു കുട്ടിയാണെങ്കിൽ. പിന്നെ ഒരു കുട്ടിയാകുമ്പം ഇവർക്ക്
പിന്നെ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എല്ലാം കിട്ടും, അത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ചിലപ്പം ഈ കുട്ടി വളരെ സെൽഫിഷ് ആയിട്ട് വരും, എനിക്ക് ആ കുട്ടിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത വളർച്ചയിലേക്ക് വരും. ചില കുട്ടികൾ വളരെ ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകും, ഒരു ഒറ്റപ്പെടലിലേക്ക് പോകും. അതിന് നെഗറ്റീവ്സ് ആയിട്ടും പോസിറ്റീവ്സ് ആയിട്ടും കുട്ടികൾ വളരും. എന്നിട്ട് പാരന്റ്സിന്റെ കഴിവാണ് കുട്ടികളെ, അവരിപ്പം സിംഗിൾ ചൈൽഡ് വരുന്ന ഒരു ഫാമിലിയിൽ ആ പാരന്റ്സ് ആ കുട്ടിയെ എങ്ങനെ വളർത്തുന്നു എന്ന് നോക്കിയിട്ടാണ് അവർക്ക് ആ ഒരു സോറി മാം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഫൈൻ. അപ്പൊ എല്ലാരും അവരുടേതായ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം. നമ്മൾക്ക് ആ കുട്ടി, നമ്മളുടെ എത്ര കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾക്ക് അവർക്ക് വേണ്ടുന്നത് ലവ്, വാം, കുട്ടികൾ തമ്മിൽ ഗ്യാപ്പ് വേണം. ലവ്, വാം, കെയർ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അവർ വളരുമ്പോൾ വേറെയും പല നീഡ്സ് വരും. ആ നീഡ്സ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്ന് തന്നെയാണ്. പ്രായമായ ആളുകൾ വരും, അവരെങ്ങനെയെങ്കിലൊക്കെ വളർന്നു പോകും. കുട്ടികൾ എങ്ങനെയെങ്കിലും അല്ല വളരേണ്ടത്. അവർ വളരേണ്ടതായ ചില ശാസ്ത്രീയമായ സയന്റിഫിക് ആയിട്ടുള്ള രീതികളുണ്ട്. അങ്ങനെയാണ് മറിയാം മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തത്. കുട്ടികളെ സയന്റിഫിക് ആയിട്ട് എങ്ങനെയാണ് അവരുടെ ഡെവലപ്മെന്റ്, ആ നാച്ചുറൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും. അപ്പൊ അത് എനിക്ക് ഈ ഒരു ടോപ്പിക് അതുമായിട്ട് കണക്ട് ചെയ്ത് നല്ലതായിരിക്കും തോന്നി. പിന്നെ നമ്മൾ പറഞ്ഞു കുട്ടികൾ തമ്മിൽ ഏജ് ഗ്യാപ്പ് വേണമെന്ന് പറയും അല്ലെ. ശരിക്കും അവര് ചെറിയ കുട്ടികളെ, ചേട്ടന്മാരെ അല്ലെങ്കിൽ ചേച്ചിമാരെ കണ്ട് അവരെ റോൾ മോഡൽ ആക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കും, അവര് ചെയ്യുന്ന പോലെ. അപ്പൊ അവരെന്ത് കാണിക്കുന്നു അത് ഇവര് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ അവര് നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ ഡെഫിനറ്റ്ലി കുഞ്ഞുങ്ങൾ അത് കോപ്പി ചെയ്യും, അവർ അത് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യും ത്രൂ ഔട്ട് ദയർ ലൈഫ്. ആ ഒരു വലിയ കുട്ടികളുടെ എൽഡേഴ്സിന്റെ ഒരു എപ്പോഴും ആ ഒരു ഷെയ്ഡ്, അവരുടെ ഷെയ്ഡിൽ തന്നെ ഇവരുണ്ടാകും എത്ര വലുതായാലും. പിന്നെ നമുക്കറിയാം ഇപ്പോ കൂടപ്പിറപ്പുകൾ തമ്മിൽ പല രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാകുന്നു, സ്വത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ പല വഴക്കും കോടതിയിൽ കയറുന്നു. അങ്ങനെ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, അതും ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴേക്കും ഭയങ്കര ഒരു വിഷമം തോന്നുന്ന അവസ്ഥയുമുണ്ട്. പിന്നെ പോപ്പുലേഷന്റെ കാര്യത്തിൽ ഇന്ത്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 145 കോടിയോളം അത്രയും വന്നിട്ടുണ്ടല്ലേ നമ്മളുടെ പോപ്പുലേഷൻ. ഓക്കെ, അതിനനുസരിച്ചുള്ള റിസോഴ്സ് ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചിന്തിക്കേണ്ട കാര്യം. നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ മാത്രം കാര്യം പറഞ്ഞു, അങ്ങനെ എത്രയോ ഫാമിലി ചേർന്നു ഒരു സൊസൈറ്റി ആകുന്നു, ഒരു കമ്മ്യൂണിറ്റി ആകുന്നു, ഒരു ചെറിയൊരു സ്ഥലമാകുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം മുഴുവൻ എടുക്കുമ്പോൾ, ഇത്രയും ജനങ്ങൾ വരുമ്പോൾ ആ കൺട്രിക്ക്, ആളുകൾക്ക് വേണ്ടുന്ന റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? കാരണം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് കൺട്രി അല്ല. അപ്പൊ ആ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യണം. റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ യൂത്ത് ഒരു പ്രായമാകുമ്പോൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും, വേറെ രാജ്യങ്ങളിലേക്ക് പോകും, അവരിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ബാക്ക് ടു അവർ ക്ലാസ്. ആ നാച്ചുറൽ ഡെവലപ്മെന്റ് കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കണം. മറിയാം മോണ്ടിസോറിയുടെ ഈ ഒരു മെത്തേഡിലും കുട്ടികൾ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളല്ല, അവരൊരു മിക്സഡ് ഏജ് ഗ്രൂപ്പ് ആയിരുന്നു. ഒരു ഏജ് സ്പാൻ ആയിരുന്നു അതില് 3 to 6 ആ ഒരു ഏജിൽ വരുന്ന കുട്ടികളായിരുന്നു. അവിടെ ചെറിയ കുട്ടികൾ മുതിർന്ന കുട്ടികളെ കണ്ടിട്ടാണ് പലതും മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ മുതിർന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവരുടെ ചെറിയ പ്രായത്തിൽ വന്ന് ആ ഒരു എൻവിയോൺമെന്റില് ആക്ടിവിറ്റീസ് ചെയ്ത് അവര് നോർമലൈസ്ഡ് ആയി കഴിഞ്ഞു. അപ്പൊ അവർക്കറിയാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ സപ്പോർട്ട് ചെയ്യണം, അത് മാത്രമല്ല അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ എൽഡേഴ്സ് ചെറിയ കുഞ്ഞുങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും, ചെറിയ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ ചെറിയ കുട്ടികൾ ഇവരുടെ ആ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി അവരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ ചെറിയ കുട്ടികൾ നോർമലൈസ്ഡിലേക്ക് മാറും, അഥവാ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ. മറിയാം മോണ്ടിസോറി അതുകൊണ്ടാണ് 3 to 6 years ആ ഒരു ഏജ് സ്പാനിലുള്ള കുട്ടികളെ ഈ ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതിൽ എവിടെ വരെ ആയിന്നാ പറഞ്ഞേ? ആ ഡയഗ്രാം, ദ ലോ ഓഫ്
അപ്പോ മറിയ മോണ്ടിസറി പറഞ്ഞു കുട്ടികളുടെ ഡെവലപ്മെന്റ് നാച്ചുറലായി നടക്കണം. ഈ നാച്ചുറൽ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് നെസസറി ആണ്. ആ 2 കണ്ടീഷനായിരുന്നു അവര് വളരുന്ന സറൗണ്ടിങ്സ്, ആ ഒരു എൻവിയോൺമെന്റ്. അപ്പൊ ആ എൻവിയോൺമെന്റിനെ അതുപോലെ പ്രിപ്പയർ ചെയ്യണം. കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ആ എൻവിയോൺമെന്റിനെ പ്രിപ്പയർ ചെയ്യണം. അത് മാത്രമല്ല കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം, രണ്ടാമത്തെ കണ്ടീഷൻസ്. സോ എൻവിയോൺമെന്റ് ആൻഡ് ഫ്രീഡം, ഇതാണ് കുട്ടികളുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന് വേണ്ടുന്ന 2 കണ്ടീഷൻസ്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഈ കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഈ ചില ഇന്റേണൽ എയ്ഡ്സ് ഉണ്ട്. അതായത് കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ്. അതാണ് സെൻസിറ്റീവ് പീരീഡ്. കുട്ടികൾ സെൻസിറ്റീവ് പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മാത്രമല്ല അബ്സോർബൻ മൈൻഡ്, ഇവരുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബൻ മൈൻഡ് ആണ്. അതായത് സ്പഞ്ച് പോലെ വെള്ളത്തിലേക്ക് ഇട്ടാൽ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന പോലെ ചുറ്റുമുള്ള കാഴ്ചകൾ എന്ത് തന്നെയായാലും കേൾക്കുന്നത് എന്ത് തന്നെയായാലും എല്ലാം കുട്ടി അങ്ങോട്ട് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതാണ് ആ കുട്ടിയുടെ മൈൻഡ് എന്ന് പറയുന്നത്. മുന്നിൽ കാണുന്ന ഇമേജ്, മുന്നിൽ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ ശബ്ദം കേൾക്കുന്നു, ഇതെല്ലാം കുട്ടിയുടെ മൈൻഡിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ നമ്മൾ പറയില്ലേ, ചില കുട്ടികളുടെ മുന്നിൽ വെച്ച് മുതിർന്നവർ എന്തെങ്കിലും കാര്യം ആരെങ്കിലും കുറിച്ച് പറയുമ്പോൾ മിണ്ടിലേ മുഴുവൻ പിടിച്ചെടുക്കുന്നു പറയില്ലേ, അതാണ്. അങ്ങനെ അത് അബ്സോർബൻ മൈൻഡാണ് അവരുടെ. അവരെല്ലാം ശ്രദ്ധിക്കും, അവരെല്ലാം കേൾക്കും. അപ്പോ നമ്മൾ എന്ത് പറയുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണിക്കുന്നോ അത് മുഴുവനും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അവരത് അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് എടുക്കും. അപ്പോ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇനി ഈ ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജസ് ഉണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ഫ്രീഡം കൊടുക്കുമ്പോൾ ആ ഡെവലപ്മെന്റ് ഏതെല്ലാം ഏരിയകളിലാണ് വരുന്നത്, അതിനെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്സിൽ വരുന്ന കാര്യങ്ങളാണ് ലോ ഓഫ് വർക്ക്, ദെൻ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നായിരിക്കും ആഗ്രഹം. ഇവര് കണ്ടിന്യൂസ്ലി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മറിയ മോണ്ടിസോറി അതിന് വർക്ക് ടു പ്ലേ എന്നാണ് പറഞ്ഞിരുന്നത്. ചുമ്മാ അവര് കളിക്കുക എന്ന് നമ്മള് ജനറലി പറയുമായിരിക്കും അവർ കളിക്കുന്നു, ബട്ട് ഇറ്റ്സ് ദർ വർക്ക്. പ്ലേയിലൂടെ ആ ഒരു വർക്കാണ് അത്, ആ ആക്ടിവിറ്റിയിലൂടെ അവരിൽ പല ചേഞ്ചസ് ആണ് വരുന്നത്. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അവർ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നു. അവർക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവർ ഇൻഡിപെൻഡന്റ് ആകും. അവർ അവരുടെ ചില കാര്യങ്ങൾ അവരുടെ ഏജിനനുസരിച്ച് ചില കാര്യങ്ങൾ തന്നെത്താനെ ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ പവർ ഓഫ് അറ്റൻഷൻ, ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയും കോൺസെൻട്രേഷൻ വളരെ ശ്രദ്ധയോടുകൂടി അവർ ചെയ്യും. അതാണ് പവർ ഓഫ് അറ്റൻഷൻ. അപ്പൊ അവരിൽ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുവാണ്. ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അവർ നല്ലതുപോലെ മനസ്സിലാക്കി നോളജ് ആക്കി വെക്കുന്നു. ദാറ്റ് മീൻസ് അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, then development of child's imagination and creativity. ആ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അതിന്റെ ഡെവലപ്മെന്റ്. നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പലതവണ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടിക്ക് ഒരു കാര്യം കാണുമ്പോൾ, അപ്പൊ നമ്മളൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ടോയ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഒരു കാണിച്ചു കൊടുക്കും. ഇവർ 1-2 തവണയൊക്കെ അത് ചെയ്യും, പിന്നെ അവരത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് അവർ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ആ ടോയ് കൊണ്ട് പല രീതിയിലുള്ള കളികൾ കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് അവരുടെ ഇമാജിനേഷന്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഡെവലപ്മെന്റ് തന്നെയാണ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, കുട്ടിക്ക് ഇമോഷൻസ് ആയി കഴിഞ്ഞു അല്ലെ, സങ്കടം, ദേഷ്യം, ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം, ഒരു അമ്യൂസ്മെന്റ്, ഇതെല്ലാം വരും. അവരുടെ ലവ്, കെയർ, അങ്ങനെ എല്ലാം. പിന്നെ ദേഷ്യം വരും അല്ലെ, വാശി കാണിക്കും. ഇതെല്ലാം അവരുടെ ഇമോഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ആ ഒരു സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്പിരിച്വൽ വെൽനെസ് നമ്മൾ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം നമ്മളുടെ ഈ ലോകം എന്ന് പറയുന്നത് സംതിങ് ഈസ് കൺട്രോളിങ്. അതുകൊണ്ടാണ് നേരം വെളുക്കുന്നതും രാത്രിയാകുമ്പോൾ ഇരുട്ടാകുന്നതും നമുക്ക് വെള്ളം കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ നമുക്ക് കിട്ടുന്നു. അപ്പൊ അത് ഈവൻ
ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവരും ചിന്തിക്കും യെസ് സം ഫോഴ്സ് ഈസ് കൺട്രോളിങ്. സയൻസ് എന്നുള്ള രീതിയിൽ അവർ പറയും സം ഫോഴ്സ് ഈസ് കൺട്രോളിങ്. ആ ഒരു സ്പിരിച്വൽ ലൈഫ്, അതിന്റെ ഡെവലപ്മെന്റ്, യെസ് എന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഏജ് ആകുമ്പോഴാട്ടോ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് വരുന്നത്. എന്റെ ഒരു ചുറ്റും എനിക്കിത് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്റെ ചുറ്റും, പിന്നെ വീട്ടിലെ ട്രഡീഷൻസ്, കൾച്ചർ, അതിനനുസരിച്ച് ഇവരുടെ സ്പിരിച്വൽ ലൈഫും അതിലൂടെ വാല്യൂസും ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്, കുട്ടിയുടെ വളർച്ചയുടെ ഡിഫറെന്റ് സ്റ്റേജസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് അതിനെ 4 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു അസസ്മെന്റ് ടൂൾ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നോ? ഇവിടെ സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്, മറിയ മോണ്ടിസോറി ചൈൽഡ്സ് ഗ്രോത്തിനെ 2 പ്രധാനപ്പെട്ട സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ഈ ചൈൽഡ്ഹുഡ് 0 to 12 ഇയേഴ്സും അഡൾട്ട്ഹുഡ് 13 to 18 ഇയേഴ്സ്, ആ ഒരു രീതിയിലാണ് മറിയ മോണ്ടിസോറി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. എഗെയിൻ ദിസ് ചൈൽഡ്ഹുഡിനെ വീണ്ടും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡൾട്ട്ഹുഡിനെ അനദർ 2 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് 2 സ്റ്റേജായി ഡിവൈഡ് ചെയ്ത ഈ ഗ്രോത്തിന്റെ സ്റ്റേജസിനെ വീണ്ടും 4 പീരീഡ് ആയിട്ട് ടോട്ടൽ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് 4 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തേ ഉള്ളൂ. ഈ 4 ഞാൻ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, മറിയ മോണ്ടിസോറി ചൈൽഡ്സ് ഗ്രോത്തിനെ എത്ര സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്റ്റേജസ് ആണ്, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. എത്ര പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ 4 പീരീഡ്സ് ആണ്. കാരണം ചൈൽഡ്ഹുഡിൽ 2 പീരീഡ് ഉണ്ട്, അഡൾട്ട്ഹുഡിൽ 2 പീരീഡ് ഉണ്ട്, അങ്ങനെ ടോട്ടൽ 4 പീരീഡ്. ഇത് തന്നെ എത്ര ഫോർമേറ്റീവ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാലും 4 തന്നെയാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? എത്ര സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 2 സ്റ്റേജസ്, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. എത്ര പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പീരീഡ്സ്. എത്ര ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗെയിൻ 4. ഓക്കെ, ആൻസർ അതൊന്നും ഓർക്ക്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം. എന്താണ് ലോ ഓഫ് വർക്ക്? കുട്ടികളുടെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഇനി പറയാൻ പോവാണ്. ഫസ്റ്റ് വൺ, ലോ ഓഫ് വർക്ക്. കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമാണ്. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി ഇതിനെ വർക്ക് ടു പ്ലേ എന്ന് പറയുന്നത്. ഈവൻ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികള് അഡീഷൻ സബ്ട്രാക്ഷൻ പഠിക്കുന്നത് കയ്യിൽ എണ്ണി നോക്കിയിട്ടോ അങ്ങനെ കാണാതെ ഓരോന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ടേബിൾ പഠിച്ചിട്ടോ ഒന്നുമില്ല. അവരെല്ലാം അത് പ്ലേ ഗെയിമിലൂടെയാണ് അവര് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം ചെയ്യുന്ന ആക്ടിവിറ്റി അവർക്കൊരു ഗെയിം പോലെയാണ്. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി ഇതിനെ വർക്ക് ടു പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ആരാ റീഡ് ചെയ്യുക? 2 പാരഗ്രാഫ്സ് ആണ് തോന്നുന്നു. യെസ്, ആ 2 പാരഗ്രാഫ്സ് ആരാ റീഡ് ചെയ്യുക? യെസ് പ്ലീസ്. Montessori assumes that children prefer work to play. Love of work includes the ability to choose, work freely, and to find serenity and joy in work. According to Maria Montessori, children at Casa di Bambini were able to achieve an integration of self through their work. She observed that children who came in with destructive behavior like aggressiveness, hostility, etc., quickly settled down in the prepared environment. They became calm and peaceful after working with materials in the prepared environment. Slowly, all destructive behavior disappeared. Montessori concluded that some great need of the child must have been met through this activity of concentration, and that the new state the child had thereby reached was actually his normal state. Montessori referred to these process of psychic integration as the normalization of the child. Through work, children become normal. Among the revelations the child has brought us, there is one of fundamental importance, the phenomenon of normalization through work. It is certain, but the child's aptitude for work represents a vital instinct, for without work, his personality cannot organize itself and deviates from the normal lines of its construction. Man builds himself through working. The work of a child is different from that of a grown up. Yes, now, thank you. Okay, then law of work.
മോണ്ടിസോറിക്ക് അറിയാം കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ ദേ ചിൽഡ്രൻ പ്രിഫർ വർക്ക് ടു പ്ലേ. ഈ ലവ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻസ് ലോ ഓഫ് വർക്കില് ഇപ്പൊ നമ്മളൊരു കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ആ ആക്ടിവിറ്റി കുട്ടി ഇഷ്ടപ്പെടണമെങ്കിൽ അവന് ഫ്രീ ആയിട്ട് ആക്ടിവിറ്റി ചൂസ് ചെയ്യാൻ പറ്റണം, അല്ലെ? നമ്മൾ നിർബന്ധിച്ച് നീ ഇതുകൊണ്ട് കളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവന് കൊടുക്കുമ്പോൾ അവന് താല്പര്യമില്ലാത്തൊരു ടോയ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അതേസമയം ഹി ഹാസ് ദ ഫ്രീഡം, നമ്മൾ പറഞ്ഞു കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണം, അപ്പോൾ മാത്രമാണ് അവൻ ഇൻഡിപെൻഡന്റ് ആവുള്ളൂ. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിരിക്കുമ്പോഴാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കാരണം ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട കാര്യം അവൻ ചൂസ് ചെയ്ത് അവൻ ചെയ്യുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട കാര്യമാകുമ്പോൾ അവനത് വളരെ ശ്രദ്ധയോട് ചെയ്യും. പവർ ഓഫ് അറ്റൻഷൻ. അങ്ങനെ ശ്രദ്ധയോട് ചെയ്യുമ്പോൾ അവനിൽ താനെ സെൽഫ് ഡിസിപ്ലിൻ വരുന്നു. ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുത്തത് കൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റി. സോ ദാറ്റ് മീൻസ് ഹി ഡെഫിനറ്റ്ലി അവൻ ആ ഒരു സ്നേഹം, ഒരു റെസ്പെക്ട് അവന്റെ ചുറ്റുപാടുമുള്ളവരോടും സറൗണ്ടിങ്സിനോടും തോന്നും. അപ്പൊ അവൻ എന്ത് ചെയ്യും? നമ്മളെ ഒബേ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പറയുന്നത് അവൻ കേൾക്കാൻ തുടങ്ങും, അനുസരിക്കാൻ തുടങ്ങും. അതേസമയം സ്ട്രിക്റ്റ് ആയിട്ട് ഒന്നും കുട്ടിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ പറയുന്നത് മാത്രം അവൻ ചെയ്താൽ മതി. ആ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ഒരു വാശി, ദേഷ്യം ഇങ്ങനെ വരുക. അപ്പൊ അവൻ പവർ ഓഫ് അറ്റൻഷൻ, അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അവൻ ശ്രദ്ധിക്കില്ല, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവൻ ആ ഒരു ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ ജനറേറ്റ് ചെയ്യില്ല. അപ്പൊ ഫ്രീഡം, അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്നതാണ് ഈ സെൽഫ് ഡിസിപ്ലിൻ. ആ ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി, ആ ഒരു ഫ്രീഡത്തിന്റെ ഫ്രൂട്ട് റിസൾട്ട് ആണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ. അതിന് വരുന്ന കാര്യമാണ് ഞാൻ എന്ത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓൾറെഡി യു പീപ്പിൾ വെൻ ത്രൂ മറിയ മോണ്ടിസോറീസ് ആ ഒരു ലൈഫ് ജേർണി ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഫസ്റ്റ് യൂണിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കഴിഞ്ഞല്ലോ. അപ്പൊ മറിയ മോണ്ടിസോറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാസാഡി ബാമ്പിനി സ്റ്റാർട്ട് ചെയ്തു. കാസാഡി ബാമ്പിനി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ അറിയാലോ, അല്ലെ? കാസാഡി ബാമ്പിനി സ്റ്റാർട്ട് ചെയ്തത് വളരെ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഉള്ള, ഒട്ടും ഹൈജീനിക് ആയിട്ടുള്ള ആ ഒരു പ്ലേസിൽ നിന്നല്ല ആ കുട്ടികൾ വന്നത്. അവർ സ്ലം ഏരിയയിൽ നിന്ന് വന്ന കുട്ടികളായിരുന്നു. അവർക്ക് വയലന്റ് നേച്ചർ. അവരിങ്ങനെ പിടിച്ചെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവര് ഭയങ്കര ഹോസ്റ്റിലിറ്റി, അതായത് അൺഫ്രണ്ട്ലി മാനറിൽ ബിഹേവ് ചെയ്യുന്ന കുട്ടികളായിരുന്നു. അവരാ ഒരു എൻവയോൺമെന്റിൽ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ത്രൂ ദെയർ വർക്ക് പതുക്കെ ഇവരുടെ ഈ ബിഹേവിയറിലൊക്കെ ചേഞ്ചസ് വന്നു. അഗ്രസീവ്നെസ്സിൽ മാറ്റം വന്നു. അവരുടെ ഹോസ്റ്റിലിറ്റി, അവർ അൺഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തതിൽ മാറ്റം വന്നു. ക്വിക്ലി അവർ സെറ്റിൽ ഡൗൺ ചെയ്തു ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഈവൻ ദോ ക്വിക്ലി എന്ന് പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ടല്ല, അതിന് മേ ബി കുറച്ച് ദിവസം എടുത്തു. പക്ഷേ അത് അവരുടെ ആ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് ക്വിക്ക് സെറ്റിൽ ഡൗൺ തന്നെയായിരുന്നു. അവർ ഭയങ്കര കാമായി, പീസ്ഫുൾ ആയി. അവർ ഓരോ മെറ്റീരിയൽ വെച്ചിട്ടും ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ വെച്ച് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ അവരിൽ ഉണ്ടായതെല്ലാം ഡിസപ്പിയർ ആയി. മോണ്ടിസോറി കൺക്ലൂഡ് ചെയ്യുന്നത് ആ ഒരു കുട്ടിയുടെ നീഡ് എന്താന്ന് മനസ്സിലാക്കി അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തപ്പോൾ ആ നോർമലൈസേഷൻ എന്നുള്ള പ്രോസസ് അവിടെ നടക്കുകയായിരുന്നു. ഡീവിയേറ്റഡ് കുട്ടികളായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതായിരുന്നു. സ്ലം ഏരിയയിൽ നിന്നായിരുന്നു. പാരന്റ്സിന്റെ കെയർ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കിട്ടുന്നില്ല. കാരണം പാരന്റ്സ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് നേരം വെളുക്കുമ്പോഴേ ജോലിക്ക് പോകും. അവർ ലേറ്റ് ആയിട്ട് കയറി വരും. ഈ കുട്ടികൾ ആ തെരുവിലൂടെ ചേരിയിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കും. ഹൈജീൻ വളരെ മോശമായിരിക്കും. അവർ മര്യാദയ്ക്ക് ഒന്നും പഠിക്കില്ല. അവർക്ക് ഇതുപോലെ തമ്മി തല്ലും. അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറിലൊക്കെ പോകുന്ന കുട്ടികളായിരുന്നു. ആ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ലോക്കൽ അതോറിറ്റീസ് ഇവരെ അപ്രോച്ച് ചെയ്തപ്പോഴാണ്, കാരണം മറിയ മോണ്ടിസോറി ഓൾറെഡി കുട്ടികളുടെ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കാരണം പകല് മുഴുവനും ആരുടെയും ശ്രദ്ധയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കുട്ടികൾ. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് റീഹാബിറ്റേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ ക്രഷ് വേണമെന്ന് പറഞ്ഞപ്പോ ആണ് മറിയ മോണ്ടിസോറി ആദ്യമായിട്ട്, സ്കൂൾ എന്ന് പറയാൻ അവർക്ക് ഇഷ്ടമുണ്ടായില്ല, അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണം, മോണ്ടിസോറി സ്കൂള് ഇറ്റലിയിലെ സാൻ ലൊറൻസോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇതിന് അവർ കൊടുത്ത പേരാണ് കാസഡെ ബാമ്പിനി. കാസഡെ ബാമ്പിനി എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നായിരുന്നു. അവർക്ക് സ്കൂളിനേക്കാളും അവർക്ക് ഇഷ്ടം അങ്ങനെ കുട്ടികളുടെ വീട് തന്നെയാണ് അല്ലെ, അത് അങ്ങനെ കൊടുത്തു. പിന്നെ ക്ലാസ് റൂം എന്നൊരു കൺസെപ്റ്റ് അവിടെ ഇല്ല.
അടഞ്ഞ ക്ലാസ് റൂമുകളില്ല, എല്ലാം ഓപ്പൺ സ്പേസസ് ആയിരുന്നു, എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിരുന്നു, ചൈൽഡ് സൈസ്ഡ് ആയിരുന്നു. അതിനെ അവര് മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് ആയിരുന്നു പിന്നീട് അറിയപ്പെട്ടത്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്, അതൊരു യൂണിറ്റ് നിങ്ങൾക്ക് 7 വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ആ കുട്ടികളെ ആ ഒരു എൻവിയോൺമെന്റിലൂടെ പല പല ആക്ടിവിറ്റീസിലൂടെ കടത്തിവിട്ടപ്പോ ഇവരുടെ ഈ ഒരു എന്താ പറയാ നെഗറ്റീവ് ന്യൂട്രിയൻസ് അല്ലെ, നെഗറ്റീവ് ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതെല്ലാം അങ്ങോട്ട് പതുക്കെ പതുക്കെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ആക്ടിവിറ്റി ചെയ്തപ്പോ കുട്ടികളെ പതുക്കെ അവരുടെ കോൺസെൻട്രേഷൻ വന്നു തുടങ്ങി. ഹാപ്പിനെസ്, ഹാർമണി, ഹാപ്പിനെസിനേക്കാളും ഹാർമോണിയസ് അല്ലെ, ഹാർമണി, ഹാപ്പിനെസിന്റെ പീക്കാണ് ഹാർമണി എന്ന് പറയുന്നത്. പിന്നെ പീസ്ഫുൾ, അതായിരുന്നു അവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ മോണ്ടിസോറി ഇതിനെ നോർമലൈസേഷൻ എന്ന് പറഞ്ഞു, ഈ സൈക്കിക് ഇന്റഗ്രേഷൻ നോർമലൈസേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ആ കുട്ടി നോർമൽ ആയത്? ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ. ഞാൻ എക്സാമിന് ചോദിക്കാറുണ്ട്, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ത്രൂ ഡാഷ് ചിൽഡ്രൻ ബിക്കം നോർമൽ, അല്ലെങ്കിൽ ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം ഡാഷ്. ഓക്കെ, ത്രൂ വർക്ക്, അതായത് ആ ഒരു ആക്ടിവിറ്റിയിലൂടെ, വർക്കിലൂടെ കുട്ടികൾ നോർമലൈസ്ഡ് ആകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാം, മോണ്ടിസോറി ഉദ്ദേശിക്കുന്ന നോർമലൈസേഷൻ എന്താണ്? കുട്ടി വളരെ പെർഫെക്റ്റ് ആയിന്നാണോ? കുട്ടി ഏറ്റവും ടോപ്പിലെത്തി, എല്ലാത്തിലും ഫസ്റ്റ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നു, ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്നു, അതാണോ മറിയ മോണ്ടിസോറി ഉദ്ദേശിച്ച നോർമലൈസ്ഡ് ചിൽഡ്രൻ ആണോ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് എടുത്തില്ലേ? എടുത്തോ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഒരു ചാപ്റ്റർ എടുത്തോ? എടുത്തിട്ടില്ല? നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഐഡിയ കിട്ടിക്കാണുമല്ലോ നോർമലൈസേഷൻ എന്താണ്, ഡീവിയേഷൻ എന്താണെന്നുള്ളത്. അതായത് ഡീവിയേറ്റഡ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം, ഇതുപോലെ വയലന്റ് നേച്ചർ, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, കണി കിട്ടുന്നൊക്കെ വലിച്ചെറിയാം. അതിൽ തന്നെ വേറെ കാറ്റഗറി ഉണ്ട്, വളരെ ലേസി ആയിട്ട്, സ്ലീപ്പി ആയിട്ട്, ഒരു ഭാഗത്ത് കൊണ്ടിരുത്തി അവിടെ തന്നെ ഇരിക്കും, ഒന്നും ചെയ്യില്ല. വളരെ വീക്കായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവരിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും, ഒട്ടും എനർജി, അവരും ഡീവിയേറ്റഡ് കുട്ടികളാണ്. അപ്പൊ മോണ്ടിസോറി മെത്തേഡിലൂടെ അവരെ കൊണ്ടുപോകുമ്പോൾ അവർ ആ ഡീവിയേഷനിൽ നിന്ന് മാറി 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 അവരെ നോർമലൈസ്ഡ് ചിൽഡ്രൻ ആയിട്ട് മാറും. നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കുന്നു, ക്ലാസ്സിൽ ടോപ്പ്, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നു എന്നുള്ളതല്ല. പ്രൊട്ടക്റ്റീവ്, അതാണ് അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി നോർമലൈസ്ഡ് മീൻസ് ഡാഷ്. നിങ്ങൾ ഇത് ടെക്സ്റ്റിൽ നോക്കി ആ ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കും, പ്രൊഡക്റ്റീവ് എന്നുള്ളത്. അതായത് നമ്മുടെ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യില്ല, എന്താണോ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവർക്ക് ചെയ്യാനുള്ളത് അത് അവർ ചെയ്യുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രൊഡക്റ്റീവ് എന്നുള്ള വാക്ക്, നോർമലൈസ്ഡ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ സെക്കൻഡ് പാരഗ്രാഫില് അപ്പൊ വർക്കാണ് നോർമലൈസിലേക്ക് കൊണ്ടുപോയത് അല്ലെ. അത് കുട്ടി ചൂസ് ചെയ്യുന്ന വർക്ക്, കുട്ടിക്ക് കൊടുത്ത ഫ്രീഡത്തിലൂടെ കുട്ടിയാണ് താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ എന്നാൽ നമുക്ക് ചില കുട്ടികൾ ഡീവിയേറ്റഡ് ആണെങ്കിൽ അവര് ശ്രദ്ധിക്കുകയില്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ ഇരുന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി വേണമെങ്കിൽ ശ്രദ്ധിച്ചോളും നമുക്കറിയാം. നമ്മൾ പലതവണ ഒരു മെറ്റീരിയൽ എടുത്ത് നമ്മൾ വളരെ ഇൻട്രസ്റ്റോടെ ചെയ്യുമ്പോൾ അവര് ആദ്യം ഒന്നും ശ്രദ്ധിക്കില്ല, പിന്നെ അവര് ശ്രദ്ധിക്കാൻ തുടങ്ങും. പിന്നെ അവര് പതുക്കെ അത് നമ്മുടെ അടുത്തിരിക്കും, പിന്നെ അവരത് ചെയ്തു നോക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ സപ്പോർട്ട് വേണമെന്നുള്ളപ്പോ അവരത് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അത് ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് നടക്കില്ലായിരിക്കും, ചിലപ്പോ 1 or 2 months കൊണ്ടായിരിക്കും ചില കുട്ടികൾ നോർമലൈസ്ഡ് ആക്കുന്നത്. ഓക്കെ, ആ ഒരു സെക്കൻഡ് പാരഗ്രാഫിലെ ലാസ്റ്റ് ഒരു സെന്റൻസ് ഉണ്ട്, മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. അപ്പൊ ഇതുപോലെ ആക്ടിവിറ്റീസ് ചെയ്താണ് ഒരു മനുഷ്യൻ സെൽഫ് ബിൽഡ്, സെൽഫ് മേക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളുടെ സെൽഫ് കൺസ്ട്രക്ഷൻ, നമ്മൾ തന്നെത്താനെ ഡെവലപ്പ് ആകും. ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി കിട്ടുന്നു. നമ്മളത് എത്ര പ്രായമായി കഴിയുമ്പോഴും ആളുകൾ പറയില്ലേ ചില സമയത്ത്, പണിയെടുത്ത് കുറെ കാശുണ്ടാക്കി, പക്ഷെ പറയില്ലേ നമ്മളുടെ പാഷൻ, ആ അതിലൊരു ജോലി, അതായിരിക്കും ക്യാഷിനേക്കാളും കൂടുതൽ പലരും പ്രിഫർ ചെയ്യുന്നത്.
എല്ലാവരുടെ കാര്യം പറയുമല്ല കേട്ടോ, പലരുടെയും ഒരു പ്രിഫറൻസ് അതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ബാക്കി പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടോ? ശ്രദ്ധിക്കുക, ഈ ടോപ്പിക്സ് 3, 7, ലെസൺ 3, 4, 7, 10 ഈ 4 ലെസൺസ് ആണ് ഞാൻ എടുക്കുന്നത്. എല്ലാ ലെസൺസും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ 4 എന്ന് പറയുന്നത് കോർ ടോപ്പിക് ആണ്, മോണ്ടിസോറി മെത്തേഡിലെ കോർ ടോപ്പിക് ആണ്. ബാക്കിയുള്ളതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്നു, ഒട്ടും ഡൈജസ്റ്റ് ആവില്ല ചിലതൊക്കെ വായിക്കുമ്പോൾ. ബട്ട് ക്ലാസ് വിൽ ഹെൽപ്പ് യു, അതാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസ്സിൽ ഒന്ന് കയറി പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ഓക്കെ, ദെൻ സൈൻ ഔട്ട് ചെയ്യാം. ആരാ സൈൻ ഔട്ട് ഉണ്ടേ? ഇല്ലെങ്കിൽ വി ക്യാൻ വൈൻഡ് അപ്പ്. ഓക്കെ, ദെൻ ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. Thank you, miss.